ഹായ് മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മൾ സൂപ്പർ നോട്ട്സ് അതികാലത്തെ പഠിക്കാം, അതിരാവിലെ പഠിക്കാം, നമുക്ക് ഒന്നിച്ച് പഠിക്കാം എന്ന ആശയവുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് സൂപ്പർ നോട്ട്സ് 5 AM ക്ലബുമായിട്ട്. നമ്മൾ രാവിലെ പഠിച്ച ഏറ്റവും നന്നായിട്ട് പഠിക്കാം എന്നൊരു വിശ്വാസം നമുക്കിടയിലൊക്കെ പണ്ട് മുതൽക്കേ ഉള്ള അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതിരാവിലെ എണീറ്റ് പഠിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ആ രീതിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പോകെ മറന്നുപോയി. എന്നിരുന്നാൽ തന്നെയും ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഐഡിയ ഇത്ര മാത്രമേ ഉള്ളടാ. രാവിലെ വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില്, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാവിലെ പഠിച്ചാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എടാ, നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഒരുക്കുകയാണ് ടീം സൂപ്പർ നോട്ട്സ് ഇവിടെ 5 AM ക്ലബുമായിട്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാണ്. അപ്പൊ എന്താണ് നമ്മൾ 5 AM ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഓൾറെഡി നമ്മൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എടാ, വന്നിട്ടുള്ള ചോദ്യങ്ങള് കഴിഞ്ഞ കുറെ അധികം പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും പ്രസ്താവന ചോദ്യങ്ങൾ, നമുക്ക് കൺഫ്യൂഷൻസ് ഏറി വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കീറി മുറിച്ച് ആ ചോദ്യങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ 5 AM ക്ലബിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടും മക്കളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഉറക്കച്ചടവൊക്കെ മാറ്റി എല്ലാവരും എന്ത് ചെയ്യുക? നല്ല ഉഷാറായിട്ട് ഒരു കപ്പ് ചൂട് കാപ്പിയൊക്കെ ആയിട്ട് വന്നങ്ങോട്ട് ഇരിക്കുക. നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പഠിക്കാം അല്ലെ. ഇരുട്ടായി കഴിയുമ്പോഴേക്കും മിന്നാമിനിങ് അതിന്റെ ചെറിയ വെളിച്ചം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകം മുഴുവൻ പ്രകാശം നൽകാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അത് അതിന്റെ ജോലി. വളരെ ചെറിയൊരു ജീവിയാണ്, നമ്മളെക്കാട്ടിലും വളരെ ചെറിയൊരു ജീവിയാണ്. അത് അതിന്റെ പ്രകാശം കൊണ്ട് അല്ലെ, ഇത്ര മാത്രമുള്ള പ്രകാശം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആവോളം റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങളെ സഹായിക്കാൻ നമ്മൾ സൂപ്പർ നോട്ട്സും ഉണ്ട്. ഇനി രാവിലെ കാലങ്ങളിൽ, നിങ്ങളുടെ പ്രഭാതങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. അപ്പൊ എങ്ങനെയാടാ? ഒരു ചൂട് കാപ്പിയുമായിട്ട് പോന്നോളുക, നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ നോട്ട്സ് 5 AM ക്ലബിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളൊരു ചോദ്യം പരിചയപ്പെടാൻ പോവാണ്. ആ ചോദ്യത്തെ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാൻ പോവാണ്, എവിടെ നിന്ന് വന്നു എന്നുള്ളത്. റെഡി അല്ലടാ? ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ നാട് വിട്ടൊന്നും പോകണ്ട, നമുക്ക് കേരളത്തിലോട്ട് വരാം, ഇങ്ങ് തിരുവിതാംകൂറിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ ചോദ്യം ദാ പിടിച്ചോ. എടാ, ചോദ്യം ഇതാണ്. മക്കളെ ക്ലിയർ ആകുന്നു എന്ന് വിചാരിക്കുന്നു. രാവിലെ ഉറക്കച്ചടവുണ്ടെങ്കിൽ കണ്ണൊക്കെ ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് ഇരുന്നോളുക, ഉഷാറായിട്ട് ഇരുന്നോളുക. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. എടാ, മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു ചോദ്യ പേപ്പറിൽ നിന്ന് അതേപടി മിസ് കൊണ്ടുവന്നതാണ്. അത് അത്രത്തോളം ആധികാരികത ഉള്ളതാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിയേ, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയി. മൂന്നാമത് നോക്കിയേടാ, ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഒറ്റ മാത്രയിൽ വായിച്ചപ്പോ മനസ്സിലായല്ലോ മക്കളെ. അപ്പൊ 1, 2, 3 ശരിയാണെന്ന് പറയുന്നുണ്ട്, 1, 2, 3, 4 ശരിയാന്ന് പറയുന്നുണ്ട്, 3, 4 മാത്രമാണ് ശരി എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, 1, 2 മാത്രമാണ് ശരി എന്ന് പറയുന്നുണ്ട്. മക്കളെ ഒന്ന് ആലോചിക്കടാ, നമ്മുടെ നാട്ടിലെ കാര്യമാണ്. കേരള ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ 5 AM ക്ലബിന്റെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. നമുക്ക് ഏറ്റവും സുപരിചിതമാണ് അല്ലെ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ നിന്നാണ് നമ്മുടെ 5 AM ക്ലബിന്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത്. ഒട്ടും ബോറടിപ്പിക്കുന്നില്ല മക്കളെടാ, ഒന്ന് നോക്കിക്കേടാ. എടാ, അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് നോക്കിക്കേ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തില് പിള്ളമാരും മാടമ്പിമാരും സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായിട്ട് സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ഉള്ളതാണോ അത്? തീർച്ചയായിട്ടും ഉള്ളതാ. നമുക്കറിയാം അല്ലെ, മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് അദ്ദേഹം രാജാവായിട്ട് 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തിരുവിതാംകൂറിന്റെ രാജാവായിട്ട് സ്ഥാനമേൽക്കുന്നത് കേട്ടോ. അതിനു മുമ്പ് 19-ാം വയസ്സിൽ തന്നെ അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ രാജാവായിരുന്നു. അപ്പോ
ഈ 23-ാം വയസ്സിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ യുവാവായ മാർത്താണ്ഡവർമ്മ നമ്മുടെ തിരുവിതാംകൂറിന്റെ രാജാവായ സമയത്ത് അവിടെ ആഭ്യന്തര കലാപവും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളും ഒക്കെ വളരെ ശക്തി ആർജിച്ചു നിന്നൊരു സമയമായിരുന്നു. കാര്യം എന്ന് വെച്ചാല് മാർത്താണ്ഡവർമ്മയ്ക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ ഒന്ന് എന്ന് പറയുന്നത് വീരരാമവർമ്മ, മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ തന്നെയായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ഉണ്ണിക്കേരളവർമ്മ, ഇവരൊക്കെ വളരെ ദുർബലരായ രാജാക്കന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെ ദുർബലരായിരുന്നു. ഇവർക്ക് സൈന്യശക്തിയെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളെ ഉറച്ച രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാത്ത വളരെ ദുർബലരായ രാജാക്കന്മാരായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് വേണാട് അഥവാ തിരുവിതാംകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു? രാജാവിനേക്കാൾ വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ 8 വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്ന കാരണവന്മാരും വേണാട് നാട്ടിലുള്ള വലിയ കാരണവന്മാരായിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരും അവരോടൊപ്പം തമ്പിമാരും മാടമ്പിമാരും ഇവരെല്ലാം ചേർന്നിട്ട് വളരെ അസ്വാരസ്യം നിറഞ്ഞ ഒരു ആഭ്യന്തര ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം എവിടെ ഉണ്ടാക്കിയെടുത്തതാ? നമ്മുടെ തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവിടെ ശരിയാണ്. മാർത്താണ്ഡവർമ്മ ഭരണമേൽക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ അനിയന്ത്രിതമായിട്ട് ആവശ്യമില്ലാതെ കൈകടത്തുന്നവരായിരുന്നു ആര്? അന്നത്തെ മാടമ്പിമാര്, ജന്മിമാരും അതേപോലെ നമ്മുടെ പിള്ളമാരും യോഗക്കാരും എല്ലാവരും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താടാ? നമുക്ക് ശരിയാണെന്ന് പറയേണ്ടി വരും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നോക്കിക്കേ, രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ അദ്ദേഹത്തിന്റെ കൊട്ടാരം അലങ്കരിക്കാൻ തുടങ്ങി, ആണോടാ? രാമപുരത്ത് വാര്യരുടെ കാര്യം നമുക്കറിയാം. രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് തന്നെ ആരുടെ നിർദ്ദേശപ്രകാര? മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം ആണല്ലോ. രാമപുരത്ത് വാര്യരെ നമ്മുടെ മാർത്താണ്ഡവർമ്മ കൂട്ടിക്കൊണ്ട് തിരുവിതാംകൂറിലേക്ക് വന്നപ്പോ അവര് തോണിയിലാ വരുന്നത്. ആ തോണിയിലിരുന്ന് തോണിക്കാരൻ എന്ത് ചെയ്തു? ഒരു വള്ളപ്പാട്ട്, ഒരു വഞ്ചിപ്പാട്ട് പാടിയപ്പോ അതിന്റെ താളത്തിനൊത്ത് എന്ത് ചെയ്യാൻ, ഒരു കവിത രചിക്കാൻ രാമപുരത്ത് വാര്യരോട് മാർത്താണ്ഡവർമ്മ ആവശ്യപ്പെട്ടു എന്നും ആ യാത്രക്കിടയിലാണ് വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന കൃതി എഴുതി തയ്യാറാക്കിയതെന്നുമാണ് വിശ്വാസം പറയുന്നത്. കഥ അങ്ങനെയാണ്. അപ്പൊ രാമപുരത്ത് വാര്യർ എവിടെയുണ്ട്? മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്നു. നമ്പ്യാരും ഉണ്ടായിരുന്നു. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായിട്ട് അമ്പലപ്പുഴയിൽ കഴിഞ്ഞിരുന്ന കുഞ്ചൻ നമ്പ്യാര് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിച്ചുകൂട്ടിയത് തിരുവിതാംകൂറിലായിരുന്നു എന്ന് നമ്പ്യാരുടെ ചരിത്രം വിശദമാക്കുന്നുണ്ട്. അപ്പോ അവിടെ നമ്പ്യാരും എവിടെ ഉണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നമ്പ്യാരും രാമപുരത്ത് വാര്യരും ഒക്കെ എവിടെ എത്തിച്ചേരുന്നത്? നമ്മുടെ തിരുവിതാംകൂറിൽ എത്തിച്ചേരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് വന്നില്ലേ? മൂന്നാമത്തെ നോക്കിക്കേ, ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക തുടങ്ങിയ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമി വർഗീകരണം മല്ലൻ ശങ്കരനാണ്. നമുക്കറിയാവുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റ് അതേപടി PSC മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഭൂമിയെ ദേവസം വക, ബ്രഹ്മസം വക, ദാനം, പണ്ടാരം വക എന്നൊക്കെ തിരിക്കുന്നത്. ഈ തിരിക്കലുകളൊക്കെ നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ്? മല്ലൻ ശങ്കരന്റെ നേതൃത്വത്തിൽ. അപ്പൊ അതും ശരിയാ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്ന തഹസിൽദാർക്ക് തുല്യമായ പദവി നമ്മൾ പറഞ്ഞിട്ടുണ്ടടാ. മാർത്താണ്ഡവർമ്മ നടത്തിയ ഭരണ പരിഷ്കാരങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എന്തായിരുന്നു? ഭരണം കുറെ കൂടി സുഗമമാക്കുക എന്നതായിരുന്നു. അതിനാദ്യം അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് അല്ലെ, നമ്മുടെ ഭരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായിട്ട് അദ്ദേഹം ഗ്രാമം എന്ന് പറയുന്ന യൂണിറ്റിനെ കൊണ്ടുവന്നു. ഓക്കെ, ഈ ഗ്രാമത്തിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം നടത്തിയിരുന്നത് പാർവതിക്കാർ എന്ന് സ്ഥാനപ്പേര് കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു. ഇവരെ പ്രവർത്തിക്കാർ എന്നും പറയാറുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം പല ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന് മണ്ഡപം, അതായത് നമ്മുടെ ഇന്നത്തെ താലൂക്ക് പോലുള്ള ഒരു സംഭവമാക്കിയെടുത്തു. ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വില്ലേജിന് തുല്യമാണ്. ഇനിയോ പല ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപം, അതായത് ഇന്നത്തെ താലൂക്കിന് തുല്യമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി, ഒരു സമ്പ്രദായം മാർത്താണ്ഡവർമ്മ ഉണ്ടാക്കിയെടുത്തു. ഈ മണ്ഡപങ്ങളുടെ മേൽനോട്ട ചുമതലയായിരുന്നു ആർക്ക് കൊടുത്തത്? മണ്ഡപത്തും വാതുക്കൽ അല്ലെങ്കിൽ തഹസിൽദാർക്ക് തുല്യമായിട്ടുള്ള പദവിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യക്കാർ അല്ലെങ്കിൽ മേൽനോട്ടക്കാരും വന്നു. അപ്പൊ നോക്കിയേടാ, 4 സ്റ്റേറ്റ്മെന്റും മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് ശരിയാണെന്ന് വന്നു. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4 ശരി എന്നുള്ളതായിട്ട് വന്നു, ആണല്ലോ.
അപ്പൊ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമുക്കറിയാലോടാ, കൊല്ലവർഷം 881 ആറ്റിങ്ങൽ ഇളയറാണിയായിട്ടുള്ള കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെയും കിളിമാനൂർ കോയി തമ്പുരാന്റെയും മകനായിട്ടാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര്, പൂർണ്ണ നാമധേയം എന്ന് പറയുന്നത് എന്താണ്? ശ്രീ പത്മനാഭദാസ ശ്രീ അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മൻ എന്നായിരുന്നു. അതായത് നമുക്കറിയാലോ, തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ മാർത്താണ്ഡവർമ്മ മുതലുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ എന്തെന്ന് അറിയപ്പെടുന്നേ? പത്മനാഭദാസന്മാരായിട്ടാണ്, അല്ലെ? പത്മനാഭദാസന്മാരായിട്ടാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. അതിന് കാരണമായ വസ്തുത നമുക്കുണ്ട്, പറയാം. അപ്പോ മാർത്താണ്ഡവർമ്മ ജനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ ചെറുപ്പകാലം, ഈ തിരുവിതാംകൂർ രാജവംശം എങ്ങനെയായിരുന്നു ഭരണം നടത്തിയെന്ന് നമുക്കറിയാം. മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ വീരരാമവർമ്മയായിരുന്നു അന്നത്തെ കാലത്ത് വേണാട് അഥവാ തിരുവിതാംകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീരരാമവർമ്മയ്ക്ക് ശേഷം ആരായിരിക്കും അടുത്ത രാജ്യാവകാശി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മ ആയിരുന്നിരിക്കണം. അപ്പോ ഇത് ആർക്ക് സഹിക്കുന്നില്ലായിരുന്നു? നമുക്കറിയാം, വീരരാമവർമ്മയുടെ മക്കളായ പപ്പുത്തമ്പി, രാമൻ തമ്പി, തമ്പിമാർക്ക് സഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരതുകൊണ്ട് ഈ പറയുന്ന എട്ടുവീട്ടിൽ പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ജന്മിമാരുടെയും ഒക്കെ സഹായം വാങ്ങി മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതികൾ ചെറുപ്പകാലം തൊട്ടേ നടത്തി വരുന്നുണ്ടായിരുന്നേ. അപ്പോ ഈ സമയത്താണ് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തത്? വളരെ ചെറുപ്രായത്തിൽ തന്നെ അമ്മാവനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുകയും വളരെ ചുറുചുറുക്കൂടുകയും ഇടപെടുകയും ചെയ്തത് കാണുന്നതും 19-ാം വയസ്സിൽ നെയ്യാറ്റിൻകര രാജകുമാരനായിട്ട് ആര് വരുന്നത്? മാർത്താണ്ഡവർമ്മ വരുന്നത്. അങ്ങനെ വീരരാമവർമ്മയുടെ മരണശേഷം നമുക്കറിയാലോ, വീരരാമവർമ്മ ഒരു ദുർബലനായ രാജാവാണെന്ന് ആദ്യമേ പറഞ്ഞു. പുള്ളിക്ക് സൈന്യത്തെ നേരാവണ്ണം നോക്കാൻ അറിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തടാ? വീരരാമവർമ്മയുടെ മരണശേഷം മാർത്താണ്ഡവർമ്മ രാജ്യാധികാരം ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അതായത് ആഭ്യന്തര കലാപങ്ങളും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഒരേപോലെ തിരുവിതാംകൂറിനെ പിടിച്ചു കുലുക്കിയ ഒരു സമയമായിരുന്നു. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ മാർത്താണ്ഡവർമ്മ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഭരണം സുഗമമാക്കണം, നമ്മുടെ ഭരണ സംവിധാനം സുഗമമാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമങ്ങളായി തിരിക്കുകയും ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപങ്ങൾ രൂപീകരിക്കുകയും അവയുടെ കാര്യക്കാരായിട്ട് മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്ന കാര്യക്കാരെ നിയമിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുതിരപ്പടയും മറവപ്പടയും ഒക്കെ കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇനിയോ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മടക്കര മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം കോട്ട പണിയുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ രാജ്യസുരക്ഷയായിക്കോട്ടെ, സൈന്യമായിക്കോട്ടെ, ഇനി ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പായിക്കോട്ടെ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം മാർത്താണ്ഡവർമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ അന്നത്തെ കാര്യക്കാരനായിരുന്ന അറുമുഖം പിള്ള, ഒരു താൽക്കാലിക സ്ഥാനമായിരുന്നു അറുമുഖം പിള്ളയ്ക്ക് കൊടുത്തതെങ്കിൽ അറുമുഖം പിള്ള എന്ത് ചെയ്തു? സ്ഥിരപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ അനിയനായ താണുപിള്ളയെ സൈന്യാധിപനായി മാറ്റുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ പലവിധ സ്ഥാനങ്ങൾ കൊടുത്ത് ഓരോ ഭരണത്തിന് വേണ്ടി നിശ്ചിത കാര്യക്കാരെ നിയമിക്കുകയൊക്കെ ആര് ചെയ്തു? നമ്മുടെ മാർത്താണ്ഡവർമ്മ ചെയ്തു. അപ്പൊ ഇതൊക്കെ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള കഥകളാണ്. എന്നാലും നമ്മുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ ആദ്യത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഏറ്റവും എടുത്തു പറയേണ്ട, നമ്മൾ ആദ്യം പറയുന്ന ഈ കാര്യം എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഈ ചോദ്യം വന്ന വഴി വിത്ത് എവിഡൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാ. ഈ ചോദ്യം നമുക്കറിയാലോ, PSCയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഒന്നെങ്കിൽ SCERT അല്ലെങ്കിൽ NCERT അല്ലെങ്കിൽ ആനുകാലികങ്ങൾ, ഇതിൽ നിന്നായിരിക്കണം ചോദ്യം ഉണ്ടാവുക. പക്ഷേ ഈ ചോദ്യം നിങ്ങൾ എടുത്തു നോക്കിക്കോ മക്കളെ, മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് SCERTയിലൊന്നും അല്ല ഈ കാര്യം പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ അതേപടി എടുത്തിട്ടുള്ളത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്നറിയോടാ? ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഏതാണ്? ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? ഈ ഒരു ചോദ്യം വന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്. ആ പുസ്തകം നിങ്ങൾക്കറിയാം, നോക്കിയേ, അതിന്റെ 19-ാമത് അധ്യായം, ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിലാണ് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയെയും കുറിച്ച്, മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയാണ് ധർമ്മരാജ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയുന്നത്. ഓക്കെ, അതിനകത്ത് മാർത്താണ്ഡവർമ്മയുടെ നയം, ഭരണപരിഷ്കാരങ്ങൾ, സാംസ്കാരിക പുരോഗതി, ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രീധരമേനോൻ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ,
ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ നയം. മക്കളെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നടാ, മിസ് വായിച്ചു കേൾപ്പിക്കാം. മാർത്താണ്ഡവർമ്മയുടെ നയം ഒന്ന് നോക്കിക്കേടാ. മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ സ്വരൂപം അറിയാലോ, ഇന്നത്തെ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂട് ദേശം. തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ രാജ്യാവകാശിയായിട്ട് രാജാവായിട്ട് സ്ഥാനമേറ്റു. എത്രാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം, 23ാമത്തെ വയസ്സിലാണ്. യുവാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹം ഭരണമേറ്റ സമയത്ത് വേണാട്, അതായത് നമ്മുടെ തിരുവിതാംകൂർ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ആ കുഴച്ചുമറിച്ചിലൊക്കെ എന്തായിരുന്നു എന്ന്, ആ കുഴഞ്ഞുമറിച്ചിലിന്റെ കാരണം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ദുർബലരായ രാജാക്കന്മാരായിരുന്നു അല്ലെ. അവരുടെ ഭരണത്തിൽ വന്ന പാകപ്പിഴകള് മറ്റുള്ള ജന്മിമാരും 8 വീട്ടിൽ പിള്ളമാരും ഒക്കെ ഏറ്റെടുത്ത് അവർ അനാവശ്യമായ കൈകടത്തലുകൾ ഭരണത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ കാരണം. നോക്കിക്കേ, ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്രമീകൃതമായ, ഒരു കേന്ദ്രീകൃതമായ ഭരണം എവിടെ ഉണ്ടായിരുന്നില്ലടാ? തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൃപ്തികരമായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഭരണം നേരാവണ്ണം നടന്നില്ലെങ്കിൽ സമ്പത്തും ഉണ്ടാവില്ല, സാമ്പത്തിക സ്ഥിതിയും മോശമായിരുന്നു. അപ്പൊ രാജാധികാരത്തിന് എവിടെയും എന്തുപറ്റി? മാനിക്കപ്പെട്ടെന്ന് രാജാവിന്, പ്രത്യേകിച്ചും രാജഭരണ കാലഘട്ടമായിട്ട് പോലും രാജാവിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പൊതുജീവിതത്തിൽ ആരൊക്കെയാടാ? കണ്ടോ, രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും ഒരു പ്രബല ശക്തിയായിട്ട് സ്വയം പ്രതിഷ്ഠ നേടി. നമ്മൾ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലെ, യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ, അതേപടി എടുത്താ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താ സംഭവിച്ചേ? രാജ്യകാര്യത്തിനകത്ത് ജന്മിമാരും നാടുവാഴി പ്രഭുക്കന്മാരും അനാവശ്യമായി ഇടപെടാൻ തുടങ്ങി. ഇനിയോ, ആ സമയത്തുള്ള അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ശക്തികൾ വന്ന സമയമാണ്. ഇനി ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ എന്ത് ചെയ്തു? അവരും പരസ്പരം മത്സരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി, നമ്മുടെ ദേശങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇപ്പൊ ആഭ്യന്തര കലാപവും ഉണ്ട്, കോളനിക്കാരുടെ അല്ലെങ്കിൽ കൊളോണിയൽ അധികാരികളുടെ മത്സരവും അവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി തിരുവിതാംകൂറിനെ ആകെ മൊത്തവും ഒരു പ്രതികൂല കാലാവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ അതൃപ്തികരമായിട്ടുള്ള, ഒട്ടും തൃപ്തികരമല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്തൊക്കെയാ ചെയ്തത്? ആദ്യം നികുതി പരിഷ്കാരങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? നിലം പുരയിടങ്ങൾ നികുതി പരിഷ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നികുതിയുടെ പിരിച്ചെടുക്കലിന് വേണ്ടി, നികുതി പിരിവുകള് കുറെ കൂടി ക്രമീകൃതമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേ? 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ പ്രത്യേക തസ്തികയിൽ നിയമിച്ചു. കണ്ടോ, പള്ളിയാടി മല്ലൻ ശങ്കരനെ പ്രത്യേക തസ്തികയിൽ നിയമിച്ചു. മല്ലൻ ശങ്കരനാണ് എന്ത് ചെയ്തത്? വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. അടുത്ത നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയില്ലേ, കണ്ടില്ലേ? അതെന്ത് ചെയ്തു? ഇരിപ്പൂനിലങ്ങൾക്ക് ഒരുപ്പൂനിലങ്ങളെ അപേക്ഷിച്ച് പാട്ടത്തെ കൂട്ടുകയും ഭൂവുടമകൾക്ക് കൈവശം ഇരിക്കുന്ന വസ്തുവിന്റെ കരം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുക്കുകയും ഒക്കെ മല്ലൻ ശങ്കരൻ ചെയ്തപ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ കുറെ കൂടി ഉറപ്പുവരുത്താൻ പറ്റി. പിന്നെ എന്ത് ചെയ്തു? കുരുമുളകും പുകയിലയും കാട്ടുകൊന്നയും അടക്കയും പോലുള്ള ചരക്കുകളുടെ കച്ചവടം, അതേപോലെ ഉപ്പ് നിർമ്മാണം തുടങ്ങിയതൊക്കെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുകയും ഒക്കെ ചെയ്യാന് മാർത്താണ്ഡവർമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതും എന്തായി? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി. അങ്ങനെ എന്ത് ചെയ്തു? സാമ്പത്തിക സ്ഥിതി കുറെ കൂടി സുരക്ഷിതമാക്കാൻ മാർത്താണ്ഡവർമ്മയുടെ നയങ്ങൾ സഹായിച്ചു. അങ്ങനെ നമ്മുടെ കച്ചവടത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ കച്ചവടത്തിൽ അനിയന്ത്രിതമായി വിദേശ ശക്തികൾ നുഴഞ്ഞു കയറുന്നതൊക്കെ അദ്ദേഹം ഇല്ലാതാക്കി. നോക്കിക്കേ, രാജ്യാതിർത്തികളിലൊക്കെ തന്നെയും എന്ത് ചെയ്തു? കള്ളക്കടത്ത് തടയാൻ വേണ്ടി ചൗക്കകൾ അല്ലെങ്കിൽ ചൗക്കികൾ എന്നറിയപ്പെടുന്ന മേൽനോട്ടക്കാരെ അതിർത്തികളില് നിയമിക്കുകയും ആര് ചെയ്തു? മാർത്താണ്ഡവർമ്മ ചെയ്തു. പിന്നെന്താ അദ്ദേഹം ചെയ്തത്? വില്ലേജ് പകുതി, അതായത് മണ്ഡപം, ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപങ്ങൾ, പകുതി എന്ന് ഉദ്ദേശിക്കുന്ന ഗ്രാമങ്ങളായിരുന്നു അല്ലെ. ഈ ഗ്രാമങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്തു? മണ്ഡപങ്ങളാക്കി അടിസ്ഥാന ദേശഘടകമാക്കിയിട്ട് എന്ത് ചെയ്തു? പ്രവർത്തിക്കാരെ നിയമിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഗ്രാമത്തിൽ പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല പ്രവർത്തിക്കാർക്കായിരുന്നു. പാർവതിക്കാർ അല്ലെങ്കിൽ പ്രവർത്തിക്കാർ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ തഹസിൽദാരുടെ പദവിയിലുള്ള, ദേണ്ടടാ നമ്മുടെ അടുത്ത സെന്റൻസ്, തഹസിൽദാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല വകുപ്പുകൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശവിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു. ഗ്രാമങ്ങൾ ചേർന്ന്, ഗ്രാമങ്ങൾ അഥവാ വില്ലേജുകളായിരുന്നു ദേശത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അവിടെ മേൽനോട്ടം നടത്തിയിരുന്നത് പ്രവർത്തിക്കാർ അല്ലെങ്കിൽ പാർവതിക്കാർ എന്ന് പറയുന്ന ആളുകളാണ്.
ഇനി ഗ്രാമങ്ങളെ ചേർത്തുകൊണ്ട് മണ്ഡപങ്ങൾ രൂപീകരിച്ചു. അവിടെ തഹസിൽദാർക്ക് തുല്യമായ പദവിയുള്ള മണ്ഡപത്തും വാതുക്കൽ എന്ന കാര്യക്കാരുണ്ടായിരുന്നു മേൽനോട്ടം നിർവഹിക്കാനെന്ന്. വന്നില്ലേ? ഇനിയോ അവിടെ വാർഷിക ബജറ്റ് അല്ലെ, ഒരു വാർഷിക ബജറ്റ് ഈ മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്ന ആള് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ പതിവു കണക്ക് എന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്തായിരുന്നു? ശ്രീധരമേനോൻ അദ്ദേഹത്തിന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തില് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതേ സാംസ്കാരിക പുരോഗതിയിൽ വന്നു നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യർ. നോക്കിക്കേ, സംരക്ഷണത്തിലെ മതത്തിനും സാമൂഹിക പുരോഗതിക്കും പ്രത്യേകിച്ചും സാഹിത്യത്തിന്റെ മേഖലയിലും നല്ലവണ്ണം മാറ്റങ്ങൾ വന്നിരുന്നു. നോക്കിക്കേ, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചു ഇല്ലേ. അതുമാത്രമോ, കൂത്ത്, കഥകളി, പാഠകം, തുള്ളൽ തുടങ്ങിയ ക്ഷേത്ര കലകളും കുറെ കൂടി പരിപുഷ്ടി പ്രാപിക്കുന്നതും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതും ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതേപോലെ ചുവർ ചിത്രകലയും കുറെ കൂടി മെച്ചപ്പെടുന്നതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിലെ ചിത്രങ്ങളൊക്കെ നമ്മള് പറയുന്നതാടാ എന്ത് ചുവർ ചിത്രകലയുടെ ഉദാത്ത മാതൃകകളായിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ എവിടെയാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈവരിച്ച നേട്ടങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാടാ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളുടെ തെളിവുകൾ എന്ന് പറയുന്നത്. തെളിവ് എവിടുന്ന മക്കളെ? തെളിവ് നമ്മൾ പറഞ്ഞു. തെളിവ് എവിടുന്നായിരുന്നു? ശ്രീധരമേനോന്റെ ശ്രീധരമേനോന്റെ പ്രൊഫസർ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരള ചരിത്രം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കേരള ചരിത്രം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപാദാനമാക്കേണ്ട, നമ്മൾ അടിസ്ഥാനമാക്കേണ്ട, നമ്മുടെ മുഖ്യ റെഫറൻസ് ആക്കേണ്ട ഒരു ഗ്രന്ഥം, റാങ്ക് ഫയലുകളെ മാത്രമല്ല ഏറ്റവും മികച്ച ഒരു റെഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് ശ്രീധരമേനോന്റെ കേരള ചരിത്രമാണ്. ചോദ്യം അവിടെ നിന്ന് PSCയുടെ ചോദ്യ മാതൃകകൾക്ക് പറ്റിയൊരു പുസ്തകമാണ്. നമുക്ക് ഏത് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം എടുത്താലും ഇതിനകത്തുനിന്ന്, ഈ പുസ്തകത്തിനകത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും മക്കളെ. അപ്പൊ അതാണ് ഞങ്ങൾ നമ്മുടെ SN 5AM ക്ലബ്ബ്, സൂപ്പർ നോട്ട്സിന്റെ 5AM ക്ലബ്ബിൽ ആദ്യം തന്നെ ഈ ചോദ്യവുമായിട്ട് വരാനുണ്ടായ കാരണം. അപ്പൊ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിലെ 19ാമത് അധ്യായത്തിൽ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നിന്നായിരുന്നു നമ്മുടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം വന്നത് എന്നാണെന്നറിയാമോ? കഴിഞ്ഞ 2023 ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യമായിരുന്നു ഇത്. അപ്പൊ കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന് ഈ ചോദ്യം വന്നെങ്കിൽ ഈ വർഷത്തെ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും കേരള ചരിത്രത്തിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ SCRTയും NCRTയും പത്രങ്ങളും ആനുകാലികങ്ങളും മാത്രമല്ലട മക്കളെ ചോദ്യമായിട്ട് വരുന്നത്. ഇതേപോലുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളും എവിടെ വരാം? ചോദ്യമായിട്ട് വരാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മാർത്താണ്ഡവർമ്മയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, തൃപ്പടിദാനം, ഭദ്രദീപം, മുറജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. തൃപ്പടിദാനം നടന്നതിന് ശേഷമാണ് അദ്ദേഹം തന്റെ എല്ലാ നാടുകളും പിടിച്ചടക്കി തന്റെ സമ്പത്തും എന്ത് ചെയ്തു? പത്മനാഭന് കാഴ്ചയായി വെച്ചതിനെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പത്മനാഭപുരം പത്മനാഭദാസന്മാരായിട്ട് ആരറിയപ്പെടുന്നത്? തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ ചോദ്യങ്ങൾ വന്ന വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. അപ്പോ SN 5AM ക്ലബിന്റെ 1ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും അധ്യാപകർ ഓരോരുത്തരും ഇതുപോലുള്ള ചോദ്യങ്ങളും ഫാക്റ്റുകളും ചോദ്യം വന്ന വഴിയും ഉത്തരത്തിന്റെ വഴികളും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പൊ സ്റ്റേ ട്യൂൺ മക്കളെ, മറക്കണ്ട. ഒരു കപ്പ് ചൂട് കാപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇന്നൊരു ദിവസം നല്ലൊരു ദിവസമായിട്ടാ, ഇന്ന് നിങ്ങളുടെ ദിവസമാകട്ടെ. താങ്ക് യു.